ഒറ്റയ്ക്ക് വേണമെങ്കിൽ ബിസിനസ് എനിക്ക് 1000 രൂപ കിട്ടണമെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്തൂടെ? ഹലോ, ഒറ്റയ്ക്ക് ചെയ്യാം. അതൊക്കെ തെറ്റായ ധാരണകളാണ്. പക്ഷെ ഒരു ദിവസം 1 ലക്ഷം രൂപ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ടീം വേണം. വലിയൊരു ബിസിനസ്സുകാരൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ഇൻകം ഉണ്ടെങ്കിൽ അവരുടെ ഒരു ടീമുണ്ട്. കൊട്ടേഷൻ ടീമല്ല, അല്ലെ, പ്രവർത്തിക്കാൻ വേണ്ടി. അപ്പൊ എന്റെ കൂടെ നിൽക്കാൻ എനിക്ക് ഒരുപാട് വരുമാനം വേണമെങ്കിൽ ഒറ്റയ്ക്ക് പറ്റില്ല, ടീം വേണം. അങ്ങനെ ഞാൻ കുറച്ച് പേരെയൊക്കെ മീറ്റിങ്ങിനെ കൊണ്ടുവന്നു. ചില ആൾക്കാർ മീറ്റിംഗ് എല്ലാം കേട്ടിട്ട് പറഞ്ഞു സംഭവം കൊള്ളാം എന്ന് പറഞ്ഞു. ഞാൻ വീട്ടിലൊന്ന് ആലോചിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. പോയിട്ട് 8 വർഷമായി ഇതുവരെ വന്നിട്ടില്ല. 2014 ചില ആൾക്കാർ പറഞ്ഞു ഞാൻ ഭാര്യയോടൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അവനെ ഇതുവരെ കണ്ടില്ല, മിക്കവാറും അവൾ അടിച്ച് കൊന്നിട്ടുണ്ടാവും. അവസാനം ഒരാൾ എന്നോടൊന്ന് ബിസിനസ് ചെയ്യാന്ന് പറയും. അങ്ങനെ ഒരാൾ നിൽക്കാന്ന് പറയുമ്പോൾ 10ാം ക്ലാസ് ജയിച്ച പോലും ഇത്രയും സന്തോഷമില്ലായിരുന്നു. അങ്ങനെ ഒരാളായി, 2 ആളായി, പിന്നെ 3 ആളായി, 4 ആളായി, 5 ആളായി, 6 ആളായി. പിന്നെ ആൾക്കാരുടെ എണ്ണം ഞാൻ ഒറ്റയ്ക്ക് ടൈം ഈ കോട്ടൊക്കെ ഇട്ടിട്ട് കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ ഓടണമെങ്കിൽ പ്രാന്തം ബോട്ടുകളിലൂടെ ഓടണമെന്ന് പറയും. എന്നാൽ നമ്മൾ ഇത്രയും പേര് ഓടുകയാണ്. ഈ സൈഡിലുള്ള ആൾക്കാരെല്ലാം എന്തോ ഇടുന്നല്ലേ. അങ്ങനെ ഞാൻ ഓട്ടം തുടങ്ങി 1000 ആയി, അത് 5000 ആയി, 2000 ഒരുപാട് അച്ചീവ്മെന്റ് സമയം വളരെ പുള്ളി എന്നെ മുഴപ്പിച്ച് തുടങ്ങി. ഒരുപാട് അച്ചീവ്മെന്റുകൾ, അത് വിദേശ യാത്ര ആയിക്കോട്ടെ, വാഹനം ആയിക്കോട്ടെ, വീടൊരു അഹങ്കാരം ആവശ്യമാണ്. ഞാൻ ചെയ്തത് ജോലി ഞാൻ കണക്കൂട്ടി നോക്കിയപ്പോ ചത്താലും ജോലി നോക്കാൻ പറ്റില്ല. അത്രയാണ് വസ്തുവിന്റെ വിലയും. ഓക്കെ, ഈ ബിസിനസ്സിലൂടെ വീട് വയ്ക്കാനും വിദേശ യാത്രകൾ, ഞാൻ അങ്ങേയറ്റം 100 വീടുകൾ കന്യാകുമാരി വരെയാണ്. ഈ ബിസിനസ് 5 രാജ്യങ്ങൾ സാധിക്കും. അപ്പൊ ഒരുപാട് നിങ്ങളോട് സംസാരിക്കും. അതുകൊണ്ട് ദയവായി ഇതൊരു ബിസിനസ് ആയിട്ട് മാത്രം കണക്കാക്കുക, അല്ലാതെ ഒരു സ്കീമോ പദ്ധതിയോ ഒന്നും അല്ല. ഇതിന് ബിസിനസ് മൈൻഡ് ഉള്ളവർക്ക് ഇത് പറ്റുള്ളൂ. കുറച്ച് ചങ്കൂറ്റൊക്കെ വേണം. പേടിയുള്ളവർക്ക് പറ്റില്ല. എന്താണ്, അയ്യോ അവരെന്ത് വിചാരിക്കും, അയ്യോ എവരെന്ത് വിചാരിക്കും. മോഹൻലാൽ കണ്ണൻ ദേവൻ നല്ലതെന്ന് പറയുമ്പോൾ അവരെന്ത് വിചാരിക്കും എന്ന് പറഞ്ഞിട്ടല്ല പറയുന്നത്. ശരിയാണോ ഇത്? ചന്ദ്രിക സോപ്പ് സ്കിൻ പ്രോബ്ലം മാറുമെന്ന് അമലാപോളിൽ ആയിരക്കണക്കിന് ആൾക്കാരും അമലാപോളിൽ നമുക്ക് കേട്ടില്ല. സ്കിൻ പ്രോബ്ലം മലയാളത്തിൽ ചൊറിയെന്നാണ് ഞാൻ കേട്ടത്. അല്ലെ, എന്റെ സ്കിൻ പ്രോബ്ലം നമുക്കാണ് കേട്. ഒരു പൈസക്ക് നിവർത്തിയില്ലാത്ത ലോണ് മുടക്കമുള്ള പിള്ളേർ ഫീസ് പോലെ നേരത്തെ അടയ്ക്കാൻ നമുക്കാണ് കേട്. എനിക്കൊന്നും നടക്കേടില്ല. നമ്മളൊരു പേസ്റ്റ് ഇട്ടിട്ട് 50 രൂപ കിട്ടുമെങ്കിൽ ഞാൻ 6 രൂപ കിട്ടുമെങ്കിൽ ഞാൻ മനസ്സിലാക്കാം. ഒരു 3 മുമ്പേ പറയും ഞാൻ വേണം. അതുകൊണ്ട് ആ ഒരു ബിസിനസ് മൈൻഡ് ഉള്ളവർക്ക് ഇത് പറ്റുള്ളൂ. പിന്നെ അത്യാവശ്യം കാശിന് ആവശ്യക്കാരായിരിക്കണം. ഓക്കെ, എന്റെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ 5 വയസ്സിൽ നിവർത്തിയില്ലായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും എല്ലാവർക്കും വിജയം ഉണ്ടാവട്ടെ എന്ന് പറയാം. താങ്ക് യു.